ശ്രീ മോഹൻപിള്ള, ഇതാണ് പക്ഷി ഇടിച്ചുള്ള അപകടം എന്ന രീതിയിലാണ് തുടക്കത്തിലെ കാര്യമാണിത്. ഇത് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്നാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഇപ്പം ജനറലി ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം സാധാരണഗതിയിൽ. പക്ഷേ അത് നിങ്ങൾ തന്നെ വിഷ്വലിൽ കാണിച്ചല്ലോ ആ ഒരു ഇതില്, അല്ലെങ്കിൽ ഇത് റൺവേക്ക് അടുത്ത് തന്നെയാണ് ഈ സംഭവം എന്നുള്ളതുകൊണ്ട് റഡാറിൽ പിക്ചർ വളരെ ക്ലിയർ ആണ്. അപ്പൊ പക്ഷികളുണ്ടെങ്കിലും അതും പിക്ചറിൽ വരേണ്ടതാണ്. അപ്പം അങ്ങനെ ഉള്ളതുണ്ട് എന്നുള്ള രീതിയിലോട്ട് അത് എനിക്ക് തോന്നുന്നില്ല. ഒരു പിക്ചറിലും ഒരു വിഷ്വലിലും ടേക്ക് ഓഫ് മുതലുള്ള ടൈമിൽ അങ്ങനെ ഉണ്ടെങ്കിൽ റഡാറിനകത്ത് ക്ലിയർ ആയിട്ട് കാണും. അതുപോലെ അവിടുത്തെ ഈ ക്യാമറയിലും കാണും. അപ്പം അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു റീസൺ ആവാം. പക്ഷെ അങ്ങനെ ഒരു റീസൺ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ലാൻഡ് ബാക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു രീതിയിൽ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ അടുത്ത എഞ്ചിനിൽ കൺവേർട്ട് ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത്. ഇത് രണ്ടും ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോഫ്റ്റ്വെയർ ഫെയിലിയർ ആവാം, അതുപോലെ തന്നെ ബാറ്ററിയുടെ. ഇത് രണ്ടും ജനറലി ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതായത് 787 സീരീസിലുള്ള മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ്. അതുപോലെ ഡ്രീം ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം ലൈനറിന്റെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണഗതിയിൽ ഫ്ലൈറ്റിൽ 2 റോ ഉള്ളപ്പോൾ ഇതിനകത്ത് മിഡിലിൽ ഒരു റോയും കൂടി ഉണ്ട്. അതാണ് ഈ 11A എന്ന് പറയുന്നത്. ആ 11A കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ കുറെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഡ്രീം ലൈനർ ഉണ്ട്. ഡൽഹിയിൽ വന്നിട്ട് പിന്നെ ദുബൈയിൽ പോകുന്നിട്ട് ദുബൈ കൊച്ചി ടു ഡൽഹി, അത് ഒരു ഡ്രീം ലൈനറാണ്. അപ്പം ഈ 3 റോ ഉള്ള ഒരു ഇതാണ് ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ഇതുള്ളത്. അപ്പം ആ 11A എന്ന് പറയുന്നത് അത് രക്ഷപ്പെടാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം മേ ബി അവിടെ ആ വിൻഡോയുടെ അവിടെ എമർജൻസി എക്സിറ്റ് ആണ് 11th കഴിഞ്ഞുള്ളത്. ആ 11th കഴിഞ്ഞ് എമർജൻസി എക്സിറ്റ് വരുമ്പോൾ സൈഡിലോട്ട് മേ ബി ആൻഡ് ദാറ്റ് ഈസ് ഹിസ് ലക്ക് ആസ് വെൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതല്ല, ഈ അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും നമുക്ക് എവിഡൻസ് കിട്ടി, അല്ലെങ്കിൽ എന്താണ് നടന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം മുതൽ തന്നെ ഒരു ടേക്ക് ഓഫ് ചെയ്തപ്പോൾ മുതൽ ഹെവി ടർബുലൻസും അതുപോലെ അങ്ങനെയുള്ള ഇഷ്യൂസും, റൺവേയിൽ ഒരു പ്രോബ്ലം ഇല്ല, വെതർ ക്ലിയർ ആണ്, ഇതെല്ലാമാണ് ബേസിക്കലി. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പൊ പ്രശ്നം കാണുന്ന ഈ ഒരൊറ്റ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എഞ്ചിൻ എങ്ങനെ ഇമ്മീഡിയറ്റ് ഫെയിലിയർ എന്നുള്ളതാണ്. അതൊരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ എങ്ങനെ ആവാം സോഫ്റ്റ്വെയർ ഫെയിലിയർ എന്ന് പറയുന്നത്? അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. കാര്യം എഞ്ചിൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു എഞ്ചിന്റെ അത് സ്ലോ ആൻഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യാതിരിക്കില്ല, പവർ ബൂസ്റ്റ് ചെയ്യാതിരിക്കില്ല എന്നുള്ളത് വരില്ല. ലൈറ്റ് ആയിട്ട് അതിന്റെ ഡിപ്രഷൻ വന്നാൽ പോലും അത് ലൈറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ്. എഞ്ചിൻ ഇത് പവർ ബാക്കപ്പ് കൊടുക്കാതെ പവർ ഇല്ലാതെ വന്നപ്പോൾ ആ ഒരു രീതിയിൽ പൈലറ്റ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു. ശരി, പലതരത്തിലുള്ള നിഗമനങ്ങളും വരുന്നുണ്ട്. ഒരു സങ്കടകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു മലയാളി നേഴ്സാണ്, UK-യിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് സ്വദേശിയായ രഞ്ജിത R. നായറും ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ഒമാനിലെ സലാലയിൽ നേഴ്സായിരുന്നു. അവിടെ നിന്നാണ് UK-യിൽ ജോലിക്കായി പോയത്. നാട്ടിലെത്തി മടങ്ങുന്ന വഴിയായിരുന്നു. നേരെ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. ലണ്ടൻ ഗാറ്റ്വിക്കിലേക്കാണ് ഈ വിമാന സർവീസ് ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. ഇവിടെ തന്നെ കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു രഞ്ജിത. അതിനുശേഷമാണ് വിദേശത്തേക്ക് 5 വർഷത്തെ അവധിയെടുത്ത് പോയതാണ്.